വരൂ വരൂ, നമുക്കൊരു സർബത്ത് കുടിക്കാൻ പോയാലോ? അതും കരിക്കിൻ സർബത്ത്. അങ്ങ് കന്യാകുമാരി പോയി കുടിക്കാം, ഇവിടെ നിന്ന് കുടിച്ചാൽ ശരിയാവില്ല. അങ്ങനെ ഞങ്ങൾ 4 പേരും പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് തിരിച്ച യാത്ര 2:30 ആയപ്പോൾ തമ്പാനൂർ എത്തിയിരുന്നു. മാമച്ച് മുമ്പ് നിന്ന് കടയുടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞ് അവിടെ കയറി നല്ല ടേസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരു സദ്യയും ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അപ്പോൾ തമ്പാനൂരിൽ നിന്ന് നേരെ ഞങ്ങൾ നാഗർകോവിൽ ബസ് കയറിയിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന സൂര്യനില്ലേ, ഇത് അസ്തമിക്കുമ്പോഴേക്കും അങ്ങ് കന്യാകുമാരി എത്തി അതിനെ കാണാമെന്നായിരുന്നു വിചാരം. പക്ഷെ ഞങ്ങൾ നാഗർകോവിലെത്താൻ തന്നെ 5 മണിയായി. അപ്പോൾ നമുക്കിനി ഈ സൂര്യനെ കന്യാകുമാരിയിൽ വെച്ച് കാണാൻ കഴിയില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ വെച്ച് നന്നായിട്ടൊന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ തമിഴ്നാടിൻ്റെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. ഏകദേശം ഒരു 5 മണി കഴിഞ്ഞ ടൈമിന് ഞങ്ങൾ നാഗർകോവിലെത്തിയിട്ടുണ്ട്. 5:30 നാഗർകോവിലിൽ നിന്ന് കയറിയ ഞങ്ങൾ 6 മണിക്ക് കന്യാകുമാരി എത്തും എന്നാണ് വിചാരിച്ചത്. ആ സൂര്യൻ ഇപ്പോൾ അസ്തമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും സൂര്യ അവിടെ അസ്തമിക്കട്ടെ, നമുക്ക് ശരിപ്പെടുത്താനൊന്നും പോകണ്ട. ഞങ്ങൾ ഏതായാലും കന്യാകുമാരിയിൽ എത്തുമ്പോൾ സമയം 6:20 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ലോക്കൽ ബസ്സിലാണ് കയറിയത്, അതുകൊണ്ടാണ് അത് താമസിച്ച് പോയത്. ഇല്ലെങ്കിൽ ഞങ്ങൾ നേരത്തേക്ക് എത്തിയേനെ. പിന്നെ പോണ വഴിയിലെ കാഴ്ചയൊക്കെ കണ്ടങ്ങനെ ഇരുന്നു. ഇതാണ് സെമ്പുരം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അവിടെ നല്ലൊരു കോവിലൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ ഉത്സവങ്ങളുടെ നടക്കുവാണ്, അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും ഞങ്ങളിത് കുറേ ആറുകളൊക്കെ കണ്ടു. ഇതിൻ്റെ അങ്ങേ അറ്റത്ത് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ കന്യാകുമാരി ബീച്ച് റോഡിൽ എത്തിയപ്പോൾ സമയം 6:20 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സൂര്യൻ അവിടെ കാണാനില്ലായിരുന്നു, പുള്ളി പോയി കിടന്ന് ഉറങ്ങിയെന്നാണ് തോന്നുന്നത്. പിന്നെ ഞങ്ങളിതാ അതുവഴി കൂടെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടന്നു. ഇവിടുത്തെ ഫെറി സർവീസൊക്കെ 4 മണിക്ക് തന്നെ ക്ലോസ് ചെയ്യും. പിന്നെ നമ്മൾ 6 മണിക്ക് ഇവിടെ എത്തിയിട്ട് കാര്യമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന കാര്യം നടത്താം. നമ്മൾ സർബത്ത് കുടിക്കാനാണല്ലോ വന്നത്. അങ്ങനെ 2 നൊങ്ങ് സർബത്തൊക്കെ നമ്മൾ ഇത് നൊങ്ങും കരിക്കൊക്കെ ഇട്ട് പനം കരിക്കൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന സർബത്താണ്. അങ്ങനെ 2 അതൊക്കെ കുടിച്ചു. നമ്മൾ കുറച്ച് നേരം ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെയൊക്കെ ഇരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തണ്ണിമത്തൻ അരിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വഴിയിലിരുന്ന് കഴിക്കാൻ വേണ്ടി. എന്തായാലും കുറച്ച് മാങ്ങയും പൈനാപ്പിളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് പൊടി അധികം വാങ്ങിച്ച് ആ തണ്ണിമത്തനിലൊക്കെ ഇട്ട് കഴിച്ചു. പിന്നെ കുറച്ച് നേരം ചുമ്മാതെ വായി നോക്കിയൊക്കെ ഇരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു തോർത്തൊക്കെ കൊടുത്തു കാണുന്നത്. കൊള്ളാം. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങിയിട്ട് ഞങ്ങളൊരു 8:30 ആയപ്പോൾ തിരിച്ച് ബസ് കയറി. ഇപ്പോൾ രാത്രി 11:30 ഞങ്ങൾ മാർത്താട്ടം നിൽക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് തമ്പാനൂർ ബസ് കിട്ടി. അങ്ങനെ പിന്നെ അതിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോന്നു.